ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക്. നമുക്ക് പോകണം ഇവിടേക്ക്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ്. പന്തം കൊളുത്തി പ്രകടനമാണ് അവർ നടത്തുന്നത്. VS അനു ഉണ്ട് വിവരങ്ങളുമായി. VS അനു, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടക്കുന്നത്. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ ഒരു പ്രകടനം നടത്തുമ്പോൾ എന്താണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം? സ്വാതി, മഹിളാ കോൺഗ്രസിൻ്റെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നു. ഇന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ സമരത്തോട് നീതിപൂർവമായ ഇടപെടൽ നടത്താത്ത ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ഇത് തൈക്കാട് ഹൗസിലാണ് വീണ ജോർജ് താമസിക്കുന്നത്. അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് വനിതാ വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതി. ഈ മാർച്ച് ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് മഹിളാ കോൺഗ്രസിൻ്റെ മാർച്ചിനെയും കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ സമരത്തോട് നിഷേധാത്മകമായ സമീപനം കാഴ്ചവെക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണം, ഈ സമരം ഒത്തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നിവയാണ് മഹിളാ കോൺഗ്രസിൻ്റെ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇന്ന് മഹിളാ കോൺഗ്രസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൻ്റെ 12ാം ദിവസമാണ്. ഇന്നലെ അവർ മഹാസംഗമം നടത്തിയിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ പങ്കെടുത്തു. ഇന്നും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കളൊക്കെ എത്തുന്നു. K. സുധാകരൻ അല്പസമയത്തിനകം മഹിളാ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കും. ആ സമയത്ത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മന്ത്രി വീണ ജോർജിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. സ്വാതി, തലസ്ഥാനത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് സംഘർഷമായിട്ടുണ്ട്. ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. അതാണിപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. പ്രതിഷേധം വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. പ്രവർത്തകർ പോലീസിൻ്റെ ബാരിക്കേഡ് മറിച്ചിട്ട് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു സംഘർഷം ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘർഷത്തിൽ
പങ്കെടുക്കുന്നത്, പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പന്തം കൊളുത്തിയെത്തിയ പ്രകടനമാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടും വീടിൻ്റെ മതിൽ ചാടിക്കടന്നുമൊക്കെ അകത്തേക്ക് കയറാൻ പ്രവേശിക്കുന്നുണ്ട്. അതാണ് പോലീസുകാരെത്തി തടയുന്നത്. അതാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സമരക്കാർക്ക് വേണ്ടി വെള്ളം വല്ല അടിച്ചാൽ പിന്നെ ഈ സാമാനം ഓക്കെ
ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രതിഷേധമാണ് വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറിയത്. അവിടെയാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിച്ചതും ഉന്തും തള്ളും നടക്കുകയും ചെയ്തത്. ജലപീരങ്കി വരെ പോലീസ് ഉപയോഗിക്കുന്നുണ്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്നും മാറ്റുവാനായിട്ട്. മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. മന്ത്രിയുടെ വസതിക്കുള്ളിലേക്ക് കയറും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ പ്രതിഷേധം തുടരുന്നത്. ആ വിവരങ്ങളുമായി വി എസ് അനുവാണ് അവിടെ നിന്നും ചേരുന്നത്. വി എസ് അനു, മഹിളാ പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധം വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? ഈ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഈ നെറുകേടിനെതിരെ ഇവിടുത്തെ സ്ത്രീകൾ പ്രതികരിക്കണം. ഒരു സ്ത്രീകളെന്ന പരിഗണന പോലും തരാതെ നാട് റോഡിലിട്ട് സ്ത്രീകളെ വലിച്ചടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഈ നടപടിക്കെതിരെ, കിതാറ് നടപടിക്കെതിരെ ഇനി നിയമപരമായി പോരാണ് ഞങ്ങൾ മഹിളാ കോൺഗ്രസ്. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റേയും നമ്മുടെ ഭാരവാഹികളും ചെയ്യുന്ന പ്രവർത്തികള് നിങ്ങൾക്ക് എന്തിനാണ് ഈ ചുമ്മാ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ നേരെ ഈ ചാനലുകാരെല്ലാം കണ്ടതാണ്. ഇങ്ങനെ ഡ്രൈവറെ കൊണ്ടുവച്ചിട്ട് അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ മുന്നേ ഒരു സമരം നടത്തിയായിരുന്നു, ന്യായമായ ആവശ്യങ്ങൾ. അന്ന് ഇവര് അമിതമായി വെള്ളം തെറിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിത, നിങ്ങളെല്ലാവരും പിറ്റേ ദിവസം പത്ര റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്കായിപ്പോയി. ഈ വെള്ളം ഹൈ സ്പീഡിൽ അടിച്ച് അവർ തെറിച്ച് റോഡിൽ വീണു. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവരെയും കൊണ്ട് നിന്നിരുന്നു. ഞങ്ങളതൊരു വലിയൊരു സംഭവത്തിലോട്ട് ഞങ്ങൾ പോയില്ല, കുറച്ച് മര്യാദ കാണിച്ചു. ഇന്ന് സാധാരണ ഒരു പ്രതിഷേധം നടത്താനുള്ള അവകാശം മഹിളാ കോൺഗ്രസിനില്ലേ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളായി പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്യുന്നു. എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്താ ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു മാർച്ച് നടത്താനുള്ള അവകാശം ഇവിടെ ഇല്ലേ? മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടോ ഇല്ലയോ? ഈ അസമയത്ത് ഇത്രയും വെള്ളം ഞങ്ങളെയൊക്കെ തെറിപ്പിച്ചതിന്റെ കാര്യം എന്താ? ഇത് ആരാ ഇത് ചോദിക്കാൻ? ഈ പോലീസിന്റെ ഒരു നടപടി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ മോശമായ, അതായത് വളരെ ഇരട്ടച്ചങ്കനാണെന്ന് എവർ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇത്തവണത്തെ പോലീസ്, ആഭ്യന്തര വകുപ്പും പോലീസും. തികഞ്ഞ പരാജയം. സ്ത്രീപക്ഷത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വരികയും ഇവിടെ ആകെ 30 സ്ത്രീകൾ വന്ന് ജനാധിപത്യപരമായി ഒരു സമരം നടത്തി. അതിനെ അടിച്ചമർത്താൻ നിൽക്കുകയാണ്. അങ്ങനെ എന്നും മഹിളാ കോൺഗ്രസിനെ അടിച്ചമർത്താനൊന്നും പിണറായി വിജയന്റെ പോലീസ് വളർന്നിട്ടില്ല. ഞങ്ങൾ വലിയ സമരങ്ങളുമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന അധ്യക്ഷയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. ഇത് പ്രഖ്യാപനമാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പ്രസിഡന്റ് സാഹസ് യാത്രയിലാണ്. ഉടനെ ദിവസം കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ തടയിൽ കിടക്കുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഡ്രൈവർ പറഞ്ഞാൽ കേൾക്കാത്ത ഇവിടെ തയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്റെ ചോദ്യം. ഒരു ഡ്രൈവർ നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യും? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. കേരള പോലീസിനോട് ഞാൻ 10-25 വർഷം ജനപ്രതിനിധിക്കുന്ന ഒരാളാണ്. ഈ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങള് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഡ്രൈവറെ വെച്ചുകൊണ്ട് ചെറിയ സമരത്തെ പോലും ഇങ്ങനെ ആക്രമിക്കുന്ന പോലീസിനെ, ഈ വെള്ളവണ്ടിയുടെ ഡ്രൈവറെയൊക്കെ നിങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത്? പൊതുജനത്തിന് മുഖ്യധാരയിൽ തുറന്നു കൊടുക്കണ്ടേ? സ്വാതി, മഹിളാ കോൺഗ്രസിന്റെ അവർ പറയുന്നത് അവർ ജനാധിപത്യപരമായി നടത്തിയ ഒരു സമരത്തിന് നേരെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. വേണ്ടി മഹിളാ കോൺഗ്രസ് കൃത്യമായിട്ട് ഇനിയും നമ്മൾ സംസ്ഥാന തലത്തിൽ സമരവുമായിട്ട് ഇനിയും എത്തിയിരിക്കും. ഇവിടെ ഞങ്ങൾ അതിക്രൂരമായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തെറിപ്പിച്ചിട്ട് ഞങ്ങൾ ജബി മേത്തറും ലക്ഷ്മി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പരാതി കൊടുത്തു. ഈ പോലീസ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. വീണ്ടും ഞങ്ങളെ തെരഞ്ഞു പിടിച്ച് ഒരാളെ പോലെ ഞങ്ങളെ 2-3 വരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ജലപീരങ്കി ഒഴിക്കാൻ ഈ പോലീസ് ഡ്രൈവർ ആരാണ് ഉത്തരവാദിത്വം കൊടുത്തത്? കേരള പോലീസിന് നാണക്കേടല്ലേ?
കേരള പോലീസിൽ സ്ത്രീകളോട് പോലും മര്യാദ കാണിക്കാൻ പറ്റാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇത്രയും കപ്പാസിറ്റിയുള്ള കഴിവുള്ള കേരള പോലീസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു ആശാവർക്കർമാരുടെ ഇല്ല, ഞങ്ങൾ അതിന് മറുപടി ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കായിരുന്നു അവർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കാണ് അത് നീങ്ങിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആശാവർക്കർമാരുടെ ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ ഉന്നയിക്കുന്നത്.